എന്റെ പത്ലു, ഇതെന്തുവാ കറണ്ട് ഇങ്ങനെ കട്ടാവുന്നല്ലോ? ഇതിനുള്ളിലാണെങ്കിൽ ഭയങ്കര ചൂടും, ഈ കറണ്ട് ആണെങ്കിൽ ദിവസം മുഴുവൻ ഇല്ലതാനും. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും. ദിവസവും നിന്റെ ഈ വർത്താനം കേട്ട് കേട്ട് എനിക്ക് മടുത്തു പോയി മോട്ടു. കറണ്ട് ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഓ, എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഓ, നീ ഈ ചൂടത്ത് വല്ല തണുപ്പും കിട്ടാനുള്ള വഴി ആലോചിച്ച് പറ പത്ലു. ഐഡിയ. അല്ല, ഇങ്ങനെയല്ല, വേറെ ഐഡിയ. നിൽക്ക്. നിന്റെ തല നല്ല ചൂടുണ്ട്. ഈ തണുപ്പുള്ള വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാലേ അതൊക്കെ ശരിയാവൂ. എന്റെ അമ്മ, രക്ഷിക്കണേ. എന്തൊരു ചൂടാ! നിങ്ങൾ എന്റെ പുറത്ത് വെള്ളം ഒഴിച്ച് എന്നെ തണുപ്പിച്ചു കളഞ്ഞല്ലോ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഓക്കേ, അത് ശരി ബോക്സറേട്ടാ, ഞങ്ങൾ ആവശ്യമില്ലാതെ പേടിച്ചു പോയി. ഇങ്ങോട്ട് തരൂ, കുറച്ചുകൂടെ തണുപ്പിച്ചു തരാം. ഇപ്പൊ ഒന്നുകൂടിയാ ഞാനങ്ങ് തണുത്തു. ഇനി നിങ്ങളെ രണ്ടുപേരെയും തണുപ്പിക്കാനുള്ള അവസരമാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ശരിക്കൊന്ന് തണുപ്പിച്ചു തരാം. ഓക്കേ. മോട്ടു, അല്ലെങ്കിലേ ഇവിടെ കറണ്ട് ഇല്ല. ഇപ്പൊ വയറും കട്ടായിരിക്കുക. ആകെ പ്രശ്നമായി എന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി ശരിയാക്കാൻ നോക്കാം. വരൂ, പെട്ടെന്ന് പോയി ആ വയറ് നന്നാക്കാം. ജോണി, പവർ കട്ട് നല്ല മുതലെടുക്കാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാനുള്ള കാരണം ജോണിന്റെ പണി ആയിരിക്കോ? ആദ്യം പോയി നമുക്ക് ആ വയറ് നന്നാക്കാം, എന്നിട്ട് ആലോചിക്കാം ആരുടെ കയ്യിലാ ജനറേറ്റർ ഉള്ളത് ഇല്ലെന്നുള്ളതൊക്കെ. മോട്ടു, വയറ് ശരിയാക്കണമെങ്കിൽ മുകളിലേക്ക് കയറണം. നമ്മളെങ്ങനെ കയറാനാ? ഒരു പത്ലു, നമുക്ക് വേഗം ചെന്ന് ആ ഏണി എടുത്ത് മേളിൽ കയറി വയറ് നന്നാക്കാം. എന്റെ അമ്മ, മമ്മി, ഡാഡി, അങ്കിൾ, രക്ഷിക്കണേ. എന്റെ അമ്മ. മോട്ടു, നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സമയം വന്നിരിക്കാന്നാ തോന്നുന്നത്. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും മോട്ടു? ഇപ്പൊ കുറച്ച് ചൂടുള്ള സമൂസ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ആദ്യം ഞാൻ അവന്മാരെ തല്ലും. ആദ്യം ഞാൻ പറ്റില്ല, ആദ്യം എന്റെ വക. പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? ആദ്യം ഞാൻ. ഇല്ല, ആദ്യം ഞാൻ. പറഞ്ഞല്ലോ, ഞാൻ ആദ്യം. ഞാൻ. ഓ ചിങ്കൻ സാറേ, നിങ്ങൾ എന്തിനെങ്ങനെ വഴക്കിടുന്നത്? എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചെയ്തുകൂടെ? താങ്ക് യു ഡോക്ടർ ജഡ്ക. പൊളിച്ചെടുത്തല്ലോ. ഇവര് രണ്ടുപേരും മോട്ടു പത്ലുവിന്റെ മുകളിലേക്ക് പറഞ്ഞാക്കാനോട് അങ്ങനെ വഴക്കിട്ടതായ. മോഷണമൊന്നും നടത്തിയില്ല, കൊള്ളയൊന്നും നടത്തിയില്ല. നിങ്ങളെ സഹായിക്കാൻ മാന്യനായ ജോൺ വരുന്നു. ഓ, കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് വോട്ട് വരും 10 ജനറേറ്റർ കൊടുക്ക്. മോട്ടു പത്ലു, ഈ ജനറേറ്റർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയി തരികയാ.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പോയാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓ താങ്ക് യു താങ്ക് യു. നോ താങ്ക്സ്. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു സാധനവും വേണ്ട. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചോളാം. ചിങ്ക സാറേ, ഒരു ജനറേറ്റർ നിങ്ങളുടെ വീട്ടിലേക്കും ഒരെണ്ണം പോലീസ് സ്റ്റേഷനിലേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫുർഫുരി നഗരത്തിലൊക്കെ ഞാൻ ഇത് വിതരണം ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് നമ്മുടെ ഫുർഫുരി നഗരത്തിലെ ആൾക്കാര് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് എന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ബൈ ബൈ. ഓ കണ്ടല്ലോ മോട്ടു പത്ലു, ഈ ജോൺ തന്നെ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ചിങ്കം സാർ, ആ കറണ്ടിന്റെ വയറ് പൊട്ടിക്കിടക്കായിരുന്നു. ആർക്കും അപകടം ഉണ്ടാകണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരാക്കാൻ വേണ്ടി ഏണിയെടുത്ത് വെച്ചതാ. ആ ഈ വയറെന്താ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നത്? കഴിഞ്ഞ ഒരാഴ്ചക്കകം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ശരിയാക്കിയതാണല്ലോ. ചിങ്കം സാറേ, ജോൺ ഒരു കള്ളനാണ്. അവൻ ഒരിക്കലും നന്നാവില്ല. എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ കറണ്ട് കമ്പി കട്ടാവലും കറണ്ട് പോവലൊക്കെ ഇവന്റെ പണിയായിരിക്കുന്ന. ഞങ്ങൾക്ക് അവനെ ഒട്ടും വിശ്വാസമില്ല. പത്തിലു മുകളിലാണെങ്കിൽ മുകളില്, അല്ലാതെ നമ്മൾ താഴോട്ട് വന്നാ നമ്മള് വീണ്ടും മുകളിലേക്ക് തന്നെ പോവേണ്ടി വരും. പത്തിലു, നീ പറഞ്ഞത് ശരിയാ. ആദ്യം ഞാൻ പോകാം ഇവിടുന്ന്. ഇല്ല, ആദ്യം ഞാനാ. ഇതെന്ത് വയറാ മോട്ടു? എനിക്ക് തോന്നുന്നു ഇതേതോ പ്രൈവറ്റ് കണക്ഷന്റെ വയറാന്നാ. ഇത് ഇൻലീഗലാ. വരൂ, നമുക്ക് ചെന്ന് നോക്കാം. മോട്ടും പത്തിലും അവിടെ വയറ് കൂട്ടിക്കെട്ടുമ്പോ നമ്മള് പിന്നെയും പൊട്ടിക്കും. ആർക്കും അറിയില്ല ആ വയറിൽ കൂടിയാണ് ഫുർഫുറി നഗരത്തിലേക്ക് വൈദ്യുതി വരുന്നതെന്ന്. ബോത്തിന്റെ ഒരു ബുദ്ധി. ഓഹോ, അപ്പൊ ഇതായിരുന്നു നിന്റെ പണി. ഏത് വയറിൽ കൂടിയാണ് ഫുർഫുറി നഗറിലേക്ക് കറണ്ട് വരുന്നത്? ആദ്യം ആ വയറ് മുറിച്ചിട്ട് കറണ്ട് കട്ടാക്കുക. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എല്ലാവരുടെ ജനറേറ്റർ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുവാണ് നീ. പിന്നെ പേരും ഇപ്പൊ കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇനി നിങ്ങളെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ കാരണം കൊണ്ട് ഒരുപാട് അടിയാ ഞങ്ങൾ വാങ്ങിക്കൂട്ടിയത്. മോട്ടു, ആദ്യം ഞാനാ. അല്ല, ആദ്യം ഞാനാ. പറയുന്നത് കേൾക്ക്, ഞാൻ ആദ്യം. പറഞ്ഞില്ല ആദ്യം ഞാനാന്ന്. എന്റെ അമ്മോ, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും കൂട്ടുകാരല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഞാൻ ആദ്യം എന്ന് തമ്മിൽ വഴക്കിടുന്നത്? എന്ത് ചെയ്യുമ്പോഴും ഒരുമിച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള എന്റെ ഓർഡറാണ്. ഓ താങ്ക് യു ചിങ്കം സാർ. ഇതിനു വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നത്. വരൂ പത്തിലു, നമുക്കെന്നാൽ തുടങ്ങാം. ഇന്നെ പിടിച്ചോ. നമ്പർ 1, വേഗം പോയാ പൊട്ടിയ വയറ് നന്നാക്കിട്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ പോസിനെ ഞങ്ങൾ ഇടിച്ച് തരിപ്പണമാക്കും. ഞങ്ങൾ ആ വയർ കൂട്ടി യോജിപ്പിച്ചു. ഫുർഫുറി നഗറിൽ മുഴുവൻ ഇലക്ട്രിസിറ്റി വന്നു. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ഫുർഫുറെ നഗരത്തിന് വേണ്ടി വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടാൾക്കും ഞാനൊരു നല്ല സമ്മാനം തരാൻ പോകുന്നുണ്ട്. യെസ്, നല്ല സമ്മാനം. താങ്ക് യു സാറേ. വെൽക്കം.
ചിങ്കൻ സാറേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഇത്ര ഇടിയും പേടിച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് സമയം കളയാതെ എന്നെ വേഗം കൊണ്ടുപോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇവന്മാര് പിന്നെയും തുടങ്ങും. ആദ്യം ഞാനെന്ന് പറഞ്ഞു. ഏയ് ചായക്കടക്കാരാ, ഒരു അടിപൊളി ചായ അങ്ങ് പോരട്ടെ. അല്ല, ഇത്രയും പേര് ഈ ലോറിയിലൊക്കെ ഇത് എങ്ങോട്ട് പോവുക? അതും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്റെ മോട്ടോ അത് ഉറിയടിക്കാനായിട്ട് ഗ്രാമത്തിന് ടീമായി വന്നുകൊണ്ടിരിക്കുക. ഉരിയടി മത്സരത്തിന് 50 ലക്ഷം രൂപയാണ് സമ്മാനം. പക്ഷെ ഫുർഫുറെ നഗരത്തിൽ ആരും പങ്കുകൊള്ളുന്നില്ല. നമ്മുടെ മേയർ വളരെ ദുഃഖത്തിലാണ്. നമ്മുടെ ടീം ആരെങ്കിലും ഈ മത്സരത്തിൽ പങ്കുകൊണ്ട് 50 ലക്ഷം രൂപ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേയർ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കും അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയാൽ എന്താ? എന്നിട്ട് നമ്മൾ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂൾ കെട്ടി കൊടുക്കാലോ. വാ മോട്ടു, നമുക്കും പോയി ഉറിയടിയിൽ പങ്കെടുക്കാം. ഈ ഉരിയടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വരൂ, നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വെരി ഗുഡ്. ഞാൻ ഇപ്പൊ തന്നെ മേയറിനെ ചെന്ന് കണ്ട് ഈ വിവരം അറിയിച്ചിട്ട് വരാം. നിങ്ങളൊരു പുതിയ ടീം തുടങ്ങി പ്രാക്ടീസ് തുടങ്ങിക്കോളൂ. ബോക്സറേട്ടാ, ശക്തിയുള്ള നിങ്ങളും മോട്ടോക്കെ താഴെ നിന്നോളൂ. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കാം. ഭാരമില്ലാത്ത ഒരാള് ഏറ്റവും മുകളിൽ നിൽക്കാം. വരൂ കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. ഹലോ, അതെ സാറേ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുണ്ടല്ലോ. ഹേയ്, ഇല്ല. അതെ. ഭയങ്കര തമാശ. എന്റെ ചേട്ടാ, എനിക്ക് വയ്യ. എന്താ പറഞ്ഞ? ആരുടെ ഫോണാ അത്? റോങ് നമ്പർ ആയിരുന്നു, പക്ഷെ ഭയങ്കര തമാശയായിരുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ചിരിക്കുന്നത്. ഇനി ഒരുപാട് ദിവസത്തിന് ശേഷം നീ കരയാൻ പോവാ. ഈ പ്രാവശ്യം ടീമിനകത്ത് ഇന്ന് പുറത്തു പോകാൻ പാടില്ല. ആദ്യത്തെ പ്രാവശ്യം പോലെ പുറത്തു പോയ എല്ലാവരും വീണ്ടും താഴെ വീഴും. ഓക്കെ, സോറി. അടിക്കുന്നല്ലോ. ഇനി ഫോണും എടുത്ത് പുറത്തു പോയാൽ 10 ദേഷ്യം വരും. എന്നാ പിന്നെ അകത്ത് നിന്ന് തന്നെ സംസാരിച്ചേക്കാം. ഹലോ, അതെ, വീണ്ടും വന്നോ? എടോ, നിന്നെ പറ്റി ചിന്തിക്കുമ്പോഴേ എനിക്കിപ്പോ ചിരി വരുവാ. ഇല്ലെന്നേ. അത് പിന്നെ ഫുർഫുരി നഗരത്തിൽ കലം തല്ലി പൊട്ടിക്കൽ. കലത്തിലാണെങ്കിൽ 50 ലക്ഷം രൂപ. അതെങ്ങനെ മോഷ്ടിക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ബോസ്, നമുക്കത് മോഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. അത് വളരെ മുകളിലാണ് കെട്ടിയിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ പോകണമെങ്കിൽ ഒരുപാട് പേരുടെ ആവശ്യമുണ്ട്. നമ്മളാണെങ്കിൽ വെറും 2.5 ആളും. ഒന്ന് കുനിയടാ. നീ ജോണനിട്ട് തള്ളുവാണോടെ? ഞാൻ ശക്തിമാനാണ്. എനിക്ക് കല്ലൊക്കെ ഇടിച്ച് പൊളിക്കാൻ കഴിയും. ആ ഡോക്ടർ ജട്കയുടെ അടുത്ത് നമുക്ക് പറ്റി എന്തെങ്കിലും സാധനം കാണാതിരിക്കില്ല. വാ, നമുക്കത് മോഷ്ടിച്ചെടുക്കാം. സുഹൃത്തുക്കളെ, വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ടീമുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കുടത്തിൽ 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ജയിക്കുന്ന ടീമിന് ആ പണം എടുക്കാവുന്നതാണ്. മത്സരം തുടങ്ങട്ടെ.
എനിക്ക് തോന്നുന്നു ആ കലം പൊട്ടിക്കൽ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ലെന്ന്. എളുപ്പമല്ലെന്നറിയാം. എന്നാലും ഫുർഫുറി നഗറിലെ പാവപ്പെട്ട കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തിരിക്കും. ഇനി ഫുർഫുറി നഗരത്തിന്റെ ടീമിന്റെ ഊഴമാണ്. മോട്ടു പത്തലും അവരുടെ ടീമുമായി വരേണ്ടതാണ്. മോട്ടു, നീ ഒരിക്കലും ഇനി താഴെ നിൽക്കരുത്. നീ ഏറ്റവും മുകളിൽ നിന്നാ മതി. എനിക്ക് നിന്റെ മേലെ ഒട്ടും വിശ്വാസമില്ല. താഴെ നിന്നിട്ട് വീണ്ടും ഫോൺ വന്നാ പിന്നെ പണിയാകും. ഒരുപക്ഷെ മോളിലുള്ളപ്പോ ഫോൺ വന്നാലോ? ഏറ്റവും മുകളിൽ കയറി നിന്ന് നീ എത്ര ഫോൺ സംസാരിച്ചാലും താഴെയുള്ളവന് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. മോട്ടു, വേഗം കേറി വാ. ഇല്ല, അത് ഭയങ്കര ഉയരത്തിലാ ഉള്ളത്. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. എന്റെ അമ്മോ പത്ലു, മോട്ട് മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? ഐഡിയ. മോട്ടു, ഈ ഉറിക്കകത്ത് മുഴുവനും സമൂസയെ വെച്ചിരിക്കുന്നേ. വേഗം കേറി എടുത്തോ. എന്ത് സമൂസ? മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? വേഗം ഉറി ഉടയ്ക്കാൻ നോക്ക്. ആദ്യം ഞാൻ ഈ സമൂസ ഒന്ന് എടുത്തോട്ട് പത്തലോ, ഇല്ലെങ്കിൽ അത് താഴെ പോയാലോ? മിത്രങ്ങൾക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് നമസ്കാരം. ഞാൻ ഈ കലം കൊണ്ടുപോകുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ജോണേ, വണ്ടി നിർത്ത്. ഞാൻ ഈ സമൂസ ഒന്ന് ഇതിന്ന് എടുത്തോട്ടെ. പത്തലും എന്നോട് പറഞ്ഞിരുന്നു മോളിൽ നിന്ന് ഫോണ് സംസാരിച്ചതുകൊണ്ട് കുഴപ്പമില്ല, താഴെയുള്ളവർക്കൊന്നും സംഭവിക്കില്ലെന്ന്. ഹലോ, മോട്ടോ ഹിയർ. നിങ്ങൾ ആരാണ്? എന്ത് 2 പകലും 3 രാത്രി ഗോവയിലേക്ക് ഫ്രീയോ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കട്ടെ. അതേ പത്തലോ, 2 പകലും 3 രാത്രിയും ഗോവയിലേക്ക് പോകാനുള്ള ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. പോയാലോ? മോട്ടു, നീ ഇപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണോ? അപ്പൊ ഉറിയിലാരാ പിടിക്കുന്നത്? ആരും പിടിച്ചിട്ടില്ല. പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മോ സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഒന്ന് നിൽക്കാൻ, നിൽക്കാൻ. മമ്മി, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. ഹലോ, ഞാൻ ഈ ഫോൺ ചെയ്യുന്നവനെ വെറുതെ വിടില്ല. കണ്ടില്ലേ അവനെന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ അവനെ ഇടിച്ചിടിച്ച് അവന്റെ പരിപ്പെടുക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഞങ്ങൾ നിന്റെ പരിപ്പെടുക്കുന്നതായിരിക്കും. ഒന്ന് നിർത്ത. ഇപ്പൊ തല്ലുകൂടാനുള്ള സമയമല്ല. ദേ അങ്ങോട്ട് നോക്ക്. ജോണിന്റെ വണ്ടി തകർന്നിട്ട് അവരിപ്പോ ദേ പാരച്യൂട്ടിൽ പോകുന്നു. നമ്മളെ വിചാരിച്ച ഇപ്പോഴും അവരെ പിടിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഈ കുളത്തിന് ഇക്കരയാണ്, അവരിതേ അക്കരയിൽ എത്തിക്കഴിഞ്ഞു. എങ്ങനെ പിടിക്കും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. നമ്മൾ ആ മരത്തിന് മുകളിൽ കയറി കയറ് കെട്ടി വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷെ മരത്തിന് മുകളിൽ കയറി ആര് കയറ് കെട്ടും? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടത്തിൽ പിടിച്ചോ. ഗുഡ് ഐഡിയ. മോട്ടു, ആ മരത്തിന് മുകളിൽ കയറി ഇരിക്കാൻ നോക്ക്. ഫുർഫുറി നഗറിലെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാ. ഇനി കയറി വിട്ടോളൂ. മോട്ടു, വേഗം കയറി ഉറി പൊട്ടിക്കേ. മോട്ടു ഇതാ കലം ഉടച്ചിരിക്കുന്നു. അടിപൊളിയായിരിക്കുന്നു.
എന്റെ ജോണി ഇതൊന്ന് പിടിച്ചേ. ഞാൻ എന്റെ സമൂസ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. മോട്ടു, ഇത്ര നേരം പറഞ്ഞിട്ടും നീ അതിനകത്തിരുന്ന പൈസ എടുത്ത് അവർക്ക് കൊടുത്തോ? അതില് സമൂസയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓ സോറി സോറി, ഒരു തെറ്റ് പറ്റിപ്പോയി. ബോട്ട് 10 രൂപ പൈസ തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ ഈ കയറ് വിടും, നിങ്ങൾ രണ്ടുപേരും താഴെ വീഴും. ഈ പണം ഫുർഫുറി നഗരത്തിലെ പാവപ്പെട്ട കുട്ടികളുടെയാണ്. ഇത് നിനക്ക് തരില്ല. നീ എന്ത് വിടാനാ കയറ്? വേണമെങ്കിൽ ഞങ്ങള് തന്നെ വിട്ടോളും കയറ്, അല്ലേ പത്ലു? ആ എന്തുകൊണ്ടില്ല, ആവശ്യം വന്നാ അതും ചെയ്യും. വേണ്ട, ഇത് ചീറ്റിംഗാണ്. എന്റെ മോട്ടു എന്തായി ചെയ്തത്? ഊറിയിൽ നിന്ന് എന്തിനാ കൈവിട്ടത്? ആവശ്യം വരുമ്പോ കൈവിടുന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമ്മളിനി എന്താ ചെയ്യാ? ഓ സോറി സോറി, ഞാനൊരു ആവേശത്തിലങ്ങ് വിട്ടതാ. മോട്ടു പത്ലു സിന്ദാബാദ്.